വെൽക്കം ടു ലെജൻഡറി. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കുന്നത് സർവൈവർ റാഫ്റ്റ് 101 ഡേയ്സ് ആണ് ഗൈസ്. എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം അനിയനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇത് കളിക്കേണ്ടത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കളിച്ചായിരുന്നു. ഒന്ന് ഗെയിം അറിയണമല്ലോ എപ്പോഴും നമ്മൾ കളിക്കുന്നതിന് മുന്നേ. അപ്പം കുറച്ച് പ്ലാൻസ് ഒക്കെ എടുത്തുകൊണ്ട് പോട്ടെ. ഇത് 99 നൈറ്റ്സ് ഫോറസ്റ്റിനെ കോപ്പി അടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നെപ്പറ്റി. നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്നെ കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം പക്ക ഇതിനെ പോലെ. പിന്നെ ഗൈസ് ഈ ഗെയിമിൽ നമുക്ക് മഷ്റൂംസ് കഴിക്കാം കേട്ടോ. മഷ്റൂം കുക്ക് ചെയ്തും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. ഇപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഒത്തിരി എക്സ്ട്രാ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇത് കൂടും, എന്താണ് ഹങ്കർ ബാർ കൂടും. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് ഈ ഓഗസ്റ്റ് വരുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാവോ? ഞാൻ പറഞ്ഞില്ല വലിയ ആക്സ് വെച്ച് മരം കട്ട് ചെയ്യാമെന്ന്. പിന്നെ ഗൈസ് നമുക്ക് ഓവർ കിട്ടി, മറ്റേ ഈ നീന്തുന്ന സാധനം ഉണ്ടോന്നു അല്ലേ, ഇതന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ന്യൂബാണ് ഗൈസ്. അപ്പം ന്യൂബെന്ന് പറഞ്ഞാൽ കാണാതെ പോകല്ലേ, നമ്മളാണ് ഗോഡ്, അറിയാമല്ലോ. നമ്മൾ ഏത് ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ അപ്പം നമ്മൾ ഗോഡാണ്. എടാ വാഴ കുറച്ചെണ്ണം സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? സ്റ്റോർ ചെയ്ത സാക്കി സ്റ്റോർ ചെയ്ത് വെക്കണ്ട, നീ എന്നെ ക്യാമ്പ് ഫയറിൽ കൊണ്ടിട്ടോ. ഇനി നമുക്കിവിടെ ക്രാഫ്റ്റിംഗ് മെഷീൻ ഉണ്ട്, ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇടണം. വെക്കണം. ലോഗ് എടുത്തിട്ട് വാ. ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, വാ കേറ്, വണ്ടി കയറ്. എല്ലാം പോട്ടെ. ഓ പിന്നെ ഗൈസ് ഈ സാധനം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇതൊന്ന് 2 അങ്ങനെ ഒത്തിരി കളക്ട് ചെയ്യാൻ പറ്റും ഗൈസ്. പിന്നെ ഇതിൻ്റെ യൂസ് എന്നാന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്കറിയത്തില്ല, ഇതെന്താണ്. പിന്നെ ഗൈസ് ഞാനും നോയൽ ഗെയിമേഴ്സുമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. ബട്ട് അത് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയത്തില്ല നോയൽ ഗെയിമേഴ്സ്, അവനുമായിട്ട് നമ്മൾ കളിക്കുന്നതായിരിക്കും. അവനും ചിലപ്പോൾ കില്ലാടി ഗെയിമിങ് കാണും. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. ഓ അവ രാത്രിയായി, സീ മോൺസ്റ്റർ ഇപ്പോൾ ഇറങ്ങും. വണ്ടി കയറ് 1 2 3. ഓ ഞാൻ പറഞ്ഞില്ലേ സീ മോൺസ്റ്റർ വരുമെന്ന്. സീ സർക്കിൾ ഉണ്ടോ, അവിടെ ഇരിക്കുമ്പോൾ വരെ സേഫാണ്. ഇറങ്ങ് വണ്ടിയിൽ നിന്ന് ഇറങ്ങും, ഞാൻ ഓടിക്കോളാം. ഇറങ്ങടാ, വണ്ടിയും ചാടല്ലേ. നമുക്ക് അങ്ങോട്ടാണ് ഗൈസ് പോകണ്ടേ. ഗൈസ് ഫസ്റ്റ് ഡേ സീ മോൺസ്റ്റർ വരുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല, ബട്ട് സെക്കൻഡ് ഡേ ആകുമ്പോൾ വരും ഉറപ്പാണ്. ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇതിനകത്ത് അറ്റാക്കൊന്നുമില്ല. ഈ എവിടെയെങ്കിലും പോയ കൾട്ടിസ്റ്റ് കാണത്തില്ലേ, അതേപോലെ ഇങ്ങനെ കുറച്ച് മാക്രികൾ കാണും. ഇവിടെ നമുക്ക് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാം. 3 2 1 ചാർജ്. അറ്റാക്ക് വെച്ച് അറ്റാക്ക് ചെയ്യാം. ഇല്ല കൊല്ലണം ഇവനെ. ഓ ഇവനെ കൊല്ലണമെങ്കിൽ ഒത്തിരി ടൈം എടുക്കും ഗൈസ്. ഓ നമുക്കൊരു മാപ്പ് കിട്ടി. A totem map has been founded. The arrow on the raft pointed the way. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ആരോ ഫോളോ ചെയ്ത് പോകണം. അതിന് ഇവിടെ ലൂട്ട് ചെയ്യാം. ലൂട്ട് എന്തോ സാധനം കിട്ടി. ഓ ഇത് നമുക്ക് എന്നാ നീ അവിടെ നിന്നോ, ഞാനിപ്പോൾ വരാം. ഗൈസ് നമ്മുടെ അനിയൻ എന്തോ സാധനം കിട്ടി. ഇവിടെ അല്ലേ ഇവിടെ കാണിച്ചതിനായിരുന്നു ഈ സാധനം. ഗൈസ് ഇവന് ഈ റെസ്റ്റ് ആൻകോർ കിട്ടി. റേഡിയോ കിട്ടുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ കണ്ടില്ലേ CD കിട്ടുന്നത്? തറയിട്. അങ്ങനെ പോരാ.
ഞാൻ മഷ്റൂം എന്തിനാ അതുകൊണ്ട് വെളിയിട്ടെ? നമ്മളെ മഷ്റൂം തറയപ്പോ കേസ്. ഞാൻ മഷ്റൂം ഒന്ന് കഴിക്കട്ടെ. നിന്റെ ആക്സ് ഇതുണ്ട്, ഇവിടെ ഉണ്ട്. ഓ നമുക്ക് ഇവനെ കൊല്ലാം. ഞാനിങ്ങനെ കൊല്ലാൻ പറ്റും. യു ആർ ഗോൺ ഡൈ. ശിവൻ കടലിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ കൊല്ലണം. എന്നാലും ഒരു മീറ്റേ കിട്ടത്തുള്ളൂ ഗൈസ്. ഞാൻ ഓർത്തു ഇവൻ കടലിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ കൊല്ലുവാണ് മീറ്റ് കിട്ടുമെന്ന്. ഒത്തിരി മീറ്റ് കിട്ടുമെന്ന്. എന്നാ യൂസ്? അതിൻ്റെ യൂസ് എന്നാ? അതിൻ്റെ യൂസ് എന്നാന്ന് ചോദിച്ചപ്പം ഇതെന്തിനാ ഇവിടെ ഇങ്ങനത്തെ സംഭവം? ഗൈസ് ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഞങ്ങൾ ന്യൂബ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഈ ഗെയിമിനൊരു എന്താ ഇപ്പോൾ പറയുക, ഈ 99 ഫോറസ്റ്റിലാണ് ഒരു ഡെഫിഷ്യൻ കൊടുക്കും എന്നാ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ്. പക്ഷേ ഈ ഗെയിമിന് അതില്ല. ഈ ഗെയിമിൻ്റെ ഓണേഴ്സ് ഈ വീഡിയോ കാണത്തില്ലെന്നറിയാം, എന്നാലും കാണുവാണെങ്കിൽ ഒന്ന് ഈ കാര്യം ഒന്ന് ഫിക്സ് ചെയ്യണം. ഓക്കെ, മെറ്റൽ സ്ക്രാപ്പ് അതൊക്കെ എടുക്കാൻ പറ്റും, എടുത്തോ. നമുക്കൊരു ലാർജ് സാക്ക് വേണമല്ലോ. അയ്യോ അങ്ങോട്ടല്ല. ഞാൻ ഓർത്ത് ഇത് മറ്റേ വുഡാണ്. അങ്ങനെ 4 എണ്ണം ഉണ്ട്. ഞാൻ എല്ലാം വറക്കാൻ വെച്ചിട്ടുണ്ട്. ഗ്രില്ലർ. നമുക്ക് ഈ ചെസ് നമുക്ക് ലൂട്ട് ചെയ്യാം. ഹുറേ ബാബാ, സെയിം സാധനം തന്നെ. ടേക്ക് 2 എണ്ണം തരാൻ പറ്റിയത് വെച്ച്. എൻ്റെ യൂസ് തന്നെ. ഓ നമ്മൾ ഇങ്ങനെ വെക്കുവാണല്ലേ, ഈ റാഫ്റ്റ് നമ്മൾ ഓടിക്കത്തില്ലേ, അപ്പോൾ എക്സ്ട്രാ സ്പീഡും കൂടെ കിട്ടും. അതാണ് സംഭവം. എനിക്കിപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. അടുത്ത വുഡ് ആക്സോ? എടാ നിനക്ക് വുഡ് ആക്സ് കിട്ടിയല്ലേ? കിട്ടിയതാ. എനിക്ക് എൻ്റെ ആങ്കർ കുറഞ്ഞു പോവാ. മരം വെട്ട കഴിച്ചിട്ട് മരം വെട്ടിക്കോണേ. എല്ലാം ഈറ്റ് ചെയ്തോ? കുറച്ചെണ്ണേ ഉള്ളു. വലിയ മഷ്റൂംസ് അല്ലേ, അതല്ലോ. ഗൈസ് നമ്മൾ ഈ വുഡൻ പ്ലേറ്റ് എടുത്തുകൊണ്ട് ഒന്ന് ക്യാമ്പ് ഫയർ ഇടും. ആടെ രാത്രി കയറി നമുക്കൊരു എന്നാ ഇപ്പം നമുക്ക് വേണ്ടേ? വണ്ടി ഓടിക്കുക. വേണ്ട, നീ വണ്ടി, ഞാൻ ഓടിച്ചോളാം. നീ ആ ക്രാഫ്റ്റിംഗ് മെഷീൻ എടുത്തേ. നമ്മളിന്ന് വണ്ടി ഓടിക്കുന്നുണ്ടോ ഗൈസ്? സർ പേടിക്കണ നെറ്റ് പോയതാണ്. ഓക്കെ കണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുത്തെ പോലെയാണെന്ന് തോന്നുന്നു. എടാ അവിടെ നമുക്ക് ഈ ഐലൻഡിൽ ഇന്ന് രാവിലെ ആകുന്നിടം വരെ സ്റ്റേ ചെയ്യാം. എന്നാ അറിയാം, നമ്മൾ ഈ ചില സമയത്ത് നമ്മൾ 99 ഫോറസ്റ്റ് കളിക്കുമ്പോഴേ എനിക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ഗെയിം കളിക്കുമ്പോൾ ഇടയ്ക്കുണ്ടല്ലോ ഈ ഗെയിം പോസിലെന്ന് പറഞ്ഞ വരും. ഈ പോസിലെന്ന് പറഞ്ഞ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി ആകുമ്പോൾ നമ്മൾ ഇറങ്ങി നടക്കില്ലേ, ഗെയിം പോസ് ചെയ്യും. ഇപ്പോൾ ഈ ഗെയിമിനകത്ത് ആ സീ മോൺസ്റ്ററാണ്. ചിരിച്ചോ? ഓ ഗൈസ്, ഇവനും ബ്ലോക്ക് ഷൂട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ഈ ചിരിച്ചെന്ന് പറഞ്ഞാൽ എന്നാ അറിയോ? ഇവൻ ബ്ലോക്ക് ഷൂട്ട് കളിക്കുമ്പോൾ ഇവനിങ്ങനെ ഈ ഒരു സാധാരണ പോലെ ഇരിക്കുന്നൊരു ഫോട്ടോ ആണ് ഇവനുള്ളത്. ബട്ട് ഇതിലോട്ട് വരുമ്പോൾ അവൻ അതിനകത്തൊരു ഹ്യൂമൻ റേസാണ് ഇവനുള്ളത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ ഒരു ഇതായിട്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇവൻ ചിരിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ ഷിപ്പിൽ കയറ്. എല്ലാം എടുത്തല്ലോ, മഷ്റൂം എല്ലാം എടുത്തല്ലോ. ഞാനിപ്പോൾ ചാവും. എടാ എന്തെങ്കിലുമൊക്കെ കഴിക്കടാ. അതാ കഴിക്കാൻ. 2 3 4 5 ഇവിടെ നമ്മളിപ്പോൾ പോയിട്ട് വന്നല്ലേ അല്ലടാ ഈ ഐലൻഡിൽ. നീ എന്താ പുറകെ വരണ്ടാ? അയ്യോ ഞാൻ ഡ്രോപ്പ് ചെയ്തു.
എന്തൊരു കാഷ്ടമാന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ഡ്രോപ്പ് ചെയ്തു. വാ തിരിച്ചു കയറി. നമ്മളവിടെ കയറി. അങ്ങ് മൂലിക്കോട്ട് ഞാൻ പോവാണേ. അയ്യോ ഏതോ സാധനം എടുത്തിട്ട് വരുന്നുണ്ട്. ആ സ്റ്റോർ ചെയ്യ്. സ്റ്റോർ ചെയ്യാൻ അതിനകത്ത് ആരെണ്ണം കൂടെ എടുത്തിട്ട് വാ. നീ എടുക്കണ്ട, നീ പോ. നീ എടുക്കണ്ട. അവിടെ ചെസ്റ്റ് ഉണ്ട്. നമുക്ക് ആ ഇരുന്നോട്ട് പോവാം. ആ രാത്രി വരണ്ട ആവശ്യമില്ല. എടാ എന്തേലും കഴിക്കണം. നീ ഇപ്പൊ ചത്തു സാറയോ വന്ന് കേറിക്കേ. ഗൈസ് മഴ പെയ്യുന്നു. എത്ര പെട്ടെന്ന്. ഓ കാരണം തന്നെ അറിയോ? ഈ മഴ പെയ്യുമ്പോഴേ എന്നെ ഈ ക്യാമ്പ് ഫയർ പെട്ടെന്ന് ഇല്ലാതാവും. ഇപ്പൊ ഗൈസ് ഈ ഗെയിമിനകത്ത് ഈ ചില ഇങ്ങനത്തെ ഗെയിമിനകത്തൊന്നും ഇല്ലാത്ത പ്രശ്നം എന്താ അറിയോ? ഉമ്മാരെ പൊട്ടന്മാരാ എല്ലാ സാധനവും ഈ ചെസ്റ്റിൽ വരെ ഓരോ സാധനം ഉണ്ടാക്കുവേ. ഈ കാണുമല്ലോ ഇങ്ങനെ ചെസ്റ്റില്. പക്ഷേ വാ കയറ്. അവിടെ ചെസ്റ്റ് എടുത്ത് വെക്കട്ടെ. അത് ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അവിടെ വീട്. ഓ ഗൈസ് ലെവൽ 3 ആണ് മാക്സ് ലെവല്. അവിടെ ഓട് 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 ഓട്. കോഴി കോഴി അറ്റാക്കിട്ട് ചത്തല്ലേ ചാവല്ലേ? ചത്തല്ലേ. ഞാൻ വരുവാ. ഇനി കൊല്ലില്ല. ഗൈസ് ഞാനും വരാം. എടാ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണിക്കാനുള്ളതാണ്. പോ ഇടി വെട്ടുന്നുണ്ട്. എടാ ഇടി അതേത്തുകൊണ്ട് ചത്തു പോകും കേട്ടോ. വാ ഇവിടെ ബെറീസ് ഉണ്ട്. എടാ ഞാനിപ്പോൾ ചാവും. ഫുഡ് വല്ലതും ഉണ്ടോ? ഓ ചിക്കൻ ചാവും. എടാ അവന്മാര് കട്ടി. എടാ ക്യാമ്പ് ഫയറിനകത്തോ പോ പെട്ടെന്ന് പോ. നമുക്ക് ഇവിടെ ഒരു സാധനം പണിയണമല്ലോ. കൊല്ലു അവനെ കൊല്ലു. ചാവല് കേട്ടോ. ഞാൻ ഈ ചിക്കൻ കഴിക്കുവാണേ. ചാവല്ലെന്ന്. ഹെൽത്ത് ഇല്ല നിനക്ക്. കേറ്. ആ വണ്ടിക്കകത്തോട്ട് പോ. ഇപ്പൊ ചാവും നീ. പെട്ടെന്ന് ചാവ്. ഓ അവനെ നമ്മൾ കൊന്നിരിക്കുന്നു. കൊല്ല്. ഇങ്ങനെ നിൽക്കണോടാ. ചിക്കനൊക്കെ എപ്പോഴാ ചത്തു നിനക്ക്? അത് നിന്റെ ഗെയിം സ്റ്റക്കായതുകൊണ്ടാ. അവിടെ അങ്ങനത്തെ ആളില്ല. നിന്റെ ഗെയിം സ്റ്റക്കാ. അവന് സ്റ്റക്കായി. ഇവിടെ ഉണ്ട്രാ. അയ്യോ ചാവല്ലേ. കേറ്. ക്യാമ്പ് ഫയറിനകത്ത് ഓടി കേറ്. ക്യാമ്പ് ഫയറിനകത്ത് ഒരു മോൺസ്റ്റർ അടിക്കാൻ പോയി കൊല്ലാൻ വരും. അയ്യോ ഗൈസ് നിങ്ങൾ കണ്ടായിരുന്നു അത്? അയ്യോ നമ്മൾ ചത്തുപോവും. എൻ്റെ പൊന്ന് ഗൈസ്. 99 ഫോർസേക്കാളും കുറച്ചും കൂടെ ഇതാണ് ഗെയിം. എൻ്റെ മോനെ. എടാ ഹോട്ട്സ്പോട്ട് ഇടാൻ നിൽക്കുക. ചാറായിരിക്കുക. ഓക്കെ ഇപ്പൊ റിദാൻ ഓക്കെ ആയിക്കോളും. എൻ്റെ അനിയൻ്റെ പേര് റിദാൻ ആണ് കേട്ടോ. ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ റിദാനെ വിളിച്ചത്. നീ സ്റ്റക്കാ. സമൻ ആ ഗെയിം സ്റ്റക്കാണ്. എന്ത് പറയാനാ. അവനിപ്പോഴാണ് അതിനെപ്പറ്റി അറിയുന്നത്. അതേടാ എനിക്ക് ലാർജ് സാക്ക് കിട്ടി. ഒന്നുമില്ലേ? ഇല്ല കുട്ടിയെ. അതേ ഒരു ചേറിയിരിക്കുന്നു.
അനിയനൊന്ന് റീകണക്ട് ചെയ്യണം. അവനും പെട്ട് ചമ്മി. ഒരു മെഡിക്കറ്റ് ഇല്ലാതെ നടക്കത്തില്ലല്ലോ. എടാ പിന്നെ വന്നടാ. അയ്യോ യെസ്. അനിയനിപ്പോൾ വരുന്നതായിരിക്കും. അയ്യോ അവൻ വന്നു. കേസ് അവൻ വന്നു. ഓക്കെ ജീവനുണ്ടോ നിനക്ക്? ആ ഉണ്ടായിരുന്നു. ഭാഗ്യം. എടാ ഞാൻ ജസ്റ്റ് എടുത്തു പോണേ. അവിടെ ഷാർക്കുണ്ട്. ഇപ്പൊ ചത്തേനെ. ഞാൻ അകത്തിരിക്കാ. ഫിഷ് ചൂണ്ട. യെസ് ടേക്ക്. മീനെ പിടിച്ചോ വണ്ടിക്കകത്ത് പോയിട്ട്. സ്റ്റക്കാടാ ഇത് ഈ സാധനം. രണ്ട് ചൂണ്ട. രണ്ട് ചൂണ്ടയോ? ആ ഞാൻ വരേ. പക്ഷെ അവൻ്റെ ഗെയിം സ്റ്റക്കാണ്. രണ്ട് ചൂണ്ട കിട്ടി. ഞാൻ വരാം നിൽക്കി. രണ്ട് ചൂണ്ടയോ? അവന് രണ്ട് ചൂണ്ട കിട്ടി. ചൂണ്ട ഒരു ചൂണ്ട എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. എടുക്കാൻ പറ്റുന്നില്ലടാ. എന്നുള്ള നിന്റെ ഗെയിം സ്റ്റക്കാണ്. എടുക്കാൻ പറ്റുന്നില്ലടാ. ചേട്ടാ ഞാൻ എടുത്തത്. ഓ ഗൈസ് ഇതന്നെ. ഓ അവൻ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഈ എന്നാ മാപ്പ് പറയാം. എടാ വണ്ടി കയറ്. ഇപ്പം കയറില്ലേ? അല്ല വണ്ടി കയറ്. പിന്നെ ഇത് എടുക്കാൻ പറ്റുന്നില്ല. മതി വണ്ടി കയറ്. എടുക്കണ്ട. എന്താ കേറടാ. എടാ ഇപ്പൊ ആ മോൺസ്റ്റർ ഒന്ന് കൊല്ല് നമ്മളെ.